നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ടാക്സ് ലോ ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കാണ്. ഒന്നുകൂടി കേൾക്കുക. ഇൻകം ടാക്സ് ലോ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഇൻകം ടാക്സ് ലോ. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് അല്ലെങ്കിൽ ധനകാര്യ മന്ത്രാലയമാണ് ഇൻകം ടാക്സ് ലോയെ ഗവേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്, ആ ഒരു കാര്യം ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക. പിന്നീട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തായിരിക്കാം ഇൻകം ടാക്സ് ലോയുടെ പ്രാധാന്യത അല്ലെങ്കിൽ റോൾ, ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിന്റെ ഉത്തരം ഇതാണ്: പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ദ ടാക്സസ്. ടാക്സ് ഉണ്ട്, ടാക്സ് എന്താണെന്ന് അറിയാം. അതിന്റെ ഇംപ്ലിമെന്റേഷൻ, അതുപോലെ കളക്ഷൻ, ഈ രണ്ട് കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടത്തുക. ഇതാണ് ഇൻകം ടാക്സ് ലോ, അതിന്റെ ഉദ്ദേശം എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഇനി നമ്മൾ കാണുന്ന കാര്യമാണ്, ഈ ഇൻകം ടാക്സ് ലോ അതിന് 5 കമ്പോണൻസ് ആണുള്ളത്. ഇന്ത്യയിലെ ഇൻകം ടാക്സ് ലോയ്ക്ക് 5 കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് 5 എണ്ണം. അത് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്നാമത്താണ് ഇത് ഇൻകം ടാക്സ് ആക്ട് 1961, 1961 ഇൻകം ടാക്സ് ആക്ട്. രണ്ടാമത്തേതാണ് ആനുവൽ ഫൈനാൻസ് ആക്ട്. മൂന്നാമത്തേത് ഇൻകം ടാക്സ് റൂൾസ് 1962, 1962 ഇൻകം ടാക്സ് റൂൾസ്. നാലാമത്തേതാണ് സർക്കുലേഴ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസ്, സർക്കുലറുകളും നോട്ടിഫിക്കേഷനുകളും. അഞ്ചാമത്തേതാണ് ലീഗൽ ഡിസിഷൻസ് ഓഫ് കോർട്ട്, കോടതി എടുത്തിട്ടുള്ള ചില ലീഗൽ ഡിസിഷൻസ്. ഈ 5 കൂട്ടം കാര്യങ്ങളാണ് ഇൻകം ടാക്സ് ലോയുടെ കമ്പോണൻസ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇവയെക്കുറിച്ച് വിശദമായിട്ടൊന്ന് നോക്കാം. ചെറിയൊരു എക്സ്പ്ലനേഷൻ ഇതിന് ആവശ്യമുണ്ട്. ഒന്നാമത്തേതാണ് ഇൻകം ടാക്സ് ആക്ട് 1961. എന്തായിരിക്കാം ഇൻകം ടാക്സ് ആക്ട് 1961? The Indian tax system is administrated by the Income Tax Act 1961. അതായത് ഈ ഇന്ത്യയിലെ ടാക്സ് സിസ്റ്റം അത് മുഴുവനായിട്ടും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ഇൻകം ടാക്സ് ആക്ട് 1961. അതാണ് നമ്മൾ എല്ലാ ആക്ടുകളും പ്രൊവിഷൻസും കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം, ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ്, ഈ ആക്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്, അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് സിസ്റ്റത്തെ തന്നെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ഇൻകം ടാക്സ് ആക്ട് 1961 ആണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. 1 ലെവി, 2 കളക്ഷൻ, 3 റിക്കവറി ഓഫ് ഇൻകം ടാക്സ്. ഈ 3 കാര്യങ്ങളെയും വിശദമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഇതിന്റെ ഡിഫിനിഷൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, ഇൻകം ടാക്സ് ആക്ടിലാണ്. 1961 ഇൻകം ടാക്സ് ആക്ടിലാണ്. അതുപോലെ ഇതിൽ 298 സെക്ഷൻസ് ആണുള്ളത്. നമുക്കറിയാം, ആക്ടുകളിൽ സെക്ഷൻസ് ഉണ്ട്, സബ് സെക്ഷൻസ് ഉണ്ട്, ഷെഡ്യൂൾസ് ഉണ്ട്. അതുപോലെ 14 ഷെഡ്യൂൾസും ഉണ്ട്. 298 സെക്ഷൻസും 14 ഷെഡ്യൂൾസും ഇതിനകത്ത് കാണുവാൻ സാധിക്കും. ഒരു കാര്യം ഓർക്കുക, ഇതിനകത്ത് ചേഞ്ചസ് വരാം, ഡിലീഷൻസ് വരാം. ഇതിനകത്ത് സെക്ഷൻസ് ഒഴിവാകാം, ഷെഡ്യൂൾസ് ഒഴിവാക്കാം, അഡീഷൻസ് വരാം. അതായത് സെക്ഷൻസ് കൂട്ടാം, ഷെഡ്യൂൾസ് കൂട്ടാം, ഇങ്ങനെയൊക്കെ മാറ്റം വരാം. ആനുവൽ ഫൈനാൻസ് ആക്ടിൽ പ്രൊപ്പോസ് ചെയ്യും. നമ്മൾ ആനുവൽ ഫൈനാൻസ് ആക്ട് എന്താണെന്ന് കാണുന്നുണ്ട്. ആനുവൽ ഫൈനാൻസ് ആക്ട് പ്രകാരം ഈ സെക്ഷനുകളുടെ എണ്ണത്തിനും ഷെഡ്യൂളുകളുടെ എണ്ണത്തിനും മാറ്റം സംഭവിക്കാം. അഡീഷൻ മീൻസ് കൂടുതൽ വരാം, ഡിലീഷൻ മീൻസ് കുറവ് വരാം. അപ്പോൾ ഒന്നാമത്തെ ഇൻകം ടാക്സ് ആക്ട് 1961 കുറിച്ച് ബോധ്യപ്പെടുക. ഇന്ത്യൻ ടാക്സ് സിസ്റ്റത്തെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നു. ലെവി, കളക്ഷൻ, റിക്കവറി, ഈ 3 കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. 298 സെക്ഷനുകളും 14 ഷെഡ്യൂളുകളും ഉണ്ട്. എന്നാൽ ഇതിന് മാറ്റം വരാം. എങ്ങനെ? ആനുവൽ ഫൈനാൻസ് ആക്ടിലൂടെ ഇതിനകത്ത് മാറ്റം സംഭവിക്കാമെന്നുള്ള കാര്യവും ഓർക്കുക. ഓക്കെ, രണ്ടാമത്തെ കമ്പോണന്റ് ആണ് ആനുവൽ ഫൈനാൻസ് ആക്ട്. ആനുവൽ, ആ പേരിൽ തന്നെയുണ്ട്, ആനുവൽ ഫൈനാൻസ് ആക്ട്. എല്ലാ വർഷവും എന്നൊരു മീനിങ് അതിനകത്ത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്താണെന്ന് നോക്കാം. എവരി ഇയർ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ വർഷവും വർഷവും ബജറ്റ് ഈസ് പ്രസന്റഡ്. ഒരു ബജറ്റ് പ്രസന്റ് ചെയ്യും. എവിടെയാ ബജറ്റ്? എവിടെയാണ് പ്രസന്റ് ചെയ്യുന്നത്? പാർലമെന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പാർലമെന്റിൽ ഫൈനാൻസ് മിനിസ്റ്റർ, നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ആരാ? പ്രസന്റ് ഫൈനാൻസ് മിനിസ്റ്റർ. എല്ലാവർക്കും അറിയാം. നിങ്ങൾ അതിന്റെ ഉത്തരം കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റിൽ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ഒരു ബജറ്റ് പ്രസന്റ് ചെയ്യും. മനസ്സിലാക്കുക. ഈ ബജറ്റിനകത്ത് പ്രൊപ്പോസ്ഡ് പോളിസീസ് ഉണ്ടായിരിക്കും. കുറച്ച് പോളിസികൾ പ്രൊപ്പോസ് ചെയ്യുന്നുണ്ടായിരിക്കും റിലേറ്റഡ് ടു കൊമേഴ്സ്യൽ ഏരിയാസ് ആൻഡ് ടാക്സേഷൻ. ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട്
ഒത്തിരി പ്രൊപ്പോസലുകൾ കാണുവാൻ സാധിക്കും. അതായത് പ്രൊപ്പോസലിന് ഒരിക്കലും തീരുമാനമല്ല, പ്രൊപ്പോസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പ്രൊപ്പോസ് ചെയ്യും. ആര്? ഫൈനാൻസ് മിനിസ്റ്റർ. എവിടെ? ഇന്ത്യൻ പാർലമെന്റിൽ. ഓക്കെ, എ ഫൈനാൻസ് ബിൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ പാർലമെന്റ് കണ്ടെയ്നിങ് ഓൾ ദ പ്രൊപ്പോസൽസ്. ഈ പ്രൊപ്പോസൽസ് എല്ലാം ഒരു ബില്ലിനകത്തായിരിക്കും. നിങ്ങൾക്കറിയാം ബില്ല് എന്താണ്, ആക്ട് എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം. എല്ലാത്തിനെ കുറിച്ച് മിസ്സായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഒരു ബില്ലാണ് ഇവിടെ കൊണ്ടുവരുന്നത്. പാർലമെന്റിൽ ഒരു ബില്ല് കൊണ്ടുവരും. ആ ബില്ലിനകത്ത് എന്തായിരിക്കും? വേണ്ട പ്രൊപ്പോസലുകളെല്ലാം അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ദിസ് ബിൽ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ദ ഫൈനാൻസ് ആക്ട്. ബില്ലുകൾ എന്തായി മാറും? അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ആക്റ്റായി മാറും. ഓക്കെ, ആരപ്രൂവ് ചെയ്യണം? പാർലമെന്റ് അപ്രൂവ് ചെയ്യണം. അതുപോലെ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റ് സൈൻ ചെയ്യണം. ആരായിരിക്കും? പ്രസന്റ് ഇന്ത്യൻ. ആരാണ് പ്രസന്റ് ഇന്ത്യൻ പ്രസിഡന്റ്? നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, ആരായിരിക്കും? ഓക്കെ, ഒന്നുകൂടി മനസ്സിലാക്കുക, വിശദമായി നോക്കാം. എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യൻ ഫൈനാൻസ് മിനിസ്റ്റർ ഒരു ബില്ല് കൊണ്ടുവരും. അതിനകത്ത് പ്രൊപ്പോസൽസ് കാണും. ഇന്നതുപോലെ ആയിരിക്കണം, അങ്ങനെ കുറെ കൂട്ടം കാര്യങ്ങൾ കൊണ്ടുവരുന്നു. അത് പാർലമെന്റ് അംഗീകരിക്കുകയും പ്രസിഡന്റ് അതിൽ സൈൻ ചെയ്യുകയും ചെയ്യുമ്പോൾ എന്തായി വരുന്നു? അതൊരു ആക്റ്റായി മാറുന്നു. ആനുവൽ ഫൈനാൻസ് ആക്ട്. ഈ ആക്ട് പ്രകാരമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ഷനുകളിലും ഷെഡ്യൂളുകളിലും മാറ്റം വരുമെന്ന് പറഞ്ഞ അഡീഷൻസ് ആൻഡ് ഡിലീഷൻസ്. അപ്പോൾ 2 കമ്പോണൻസ് കഴിഞ്ഞു. ഈ മൂന്നാമത്തത് ഏതാണെന്ന് നോക്കാം. മൂന്നാമത്തതാണ് ഇൻകം ടാക്സ് റൂൾസ് 1962. വർഷം മറക്കല്. ഇൻകം ടാക്സ് ആക്ട് 1961 ആണെങ്കിൽ ഇത് റൂൾസ് ആണ് 1962. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി നോക്കുവാൻ പോകുന്നത് ഇൻകം ടാക്സ് റൂൾസ് എന്താണെന്നാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത്. കാണുക, 1962 ഓക്കെ, CBDT യെ കുറിച്ച് പറയുന്നത്. എന്തായിരിക്കും CBDT? കേട്ടിട്ടുണ്ടോ CBDT എന്നൊക്കെ? CBDT, ദ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. ടാക്സുകൾ 2 വിധം, ഡയറക്ട് ടാക്സുകളും ഇൻഡയറക്ട് ടാക്സുകളും. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും കാണണം, മനസ്സിലാക്കിയിരിക്കണം. ഡയറക്ട് ടാക്സ്. ഈ ഡയറക്ട് ടാക്സ്, ഇന്ത്യയിലെ ഡയറക്ട് ടാക്സിനെ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ അഫയേഴ്സ്, അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? ദ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് അല്ലെങ്കിൽ CBDT എന്ന് പറയാം. അവരാണ് എന്ത് ചെയ്യുന്നത്? ദ എഫിഷ്യന്റ് ഇംപ്ലിമെന്റേഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ദ ഡയറക്ട് ടാക്സസ് ഇൻ ദ കൺട്രി. അവരാണ് മാനേജ് ചെയ്യുന്നത്. എഫിഷ്യന്റ് ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ, അപ്പോൾ അതിന്റെ വർക്കിംഗ്, എന്തിന്റെ? ഡയറക്ട് ടാക്സ്. അപ്പോൾ ഡയറക്ട് ടാക്സിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഒന്ന് മാനേജ് ചെയ്യുന്നത് ആരാണ്? CBDT ആണ്. ഓക്കെ, കാണുക, CBDT ഫ്രെയിംസ് സ്റ്റാൻഡേർഡ് റൂൾസ് ഫോർ എഫിഷ്യന്റ് അച്ചീവ്മെന്റ് ഓഫ് ദ പർപ്പസ് ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട്. ഇനി നോക്കാം, CBDT കുറച്ച് സ്റ്റാൻഡേർഡ്സ് അല്ല കുറച്ച് സ്റ്റാൻഡേർഡ് റൂൾസ് സെറ്റപ്പ് ചെയ്യും. എന്തിനു വേണ്ടിയാ? അവരുടെ ഫങ്ഷൻ എന്നാ? എഫിഷ്യന്റ് അച്ചീവ്മെന്റ് ഓഫ് പർപ്പസ് ഓഫ് ഇൻകം ടാക്സ് ആക്ട്. അപ്പൊ CBDT ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അവർ എന്ത് ചെയ്യും? കുറച്ച് സ്റ്റാൻഡേർഡ് റൂൾസ് സെറ്റപ്പ് ചെയ്യും. ഈ റൂളുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻകം ടാക്സ് റൂൾസ് 1962. അപ്പൊ റൂളുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയിലെ ഡയറക്ട് ടാക്സുകളെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ബോഡിയാണ് CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. എഫിഷ്യന്റ് അച്ചീവ്മെന്റ് ഓഫ് ദ പർപ്പസ് ഓഫ് ഇൻകം ടാക്സ് ആക്ട്. അതിനുവേണ്ടി അവർ കുറച്ച് സ്റ്റാൻഡേർഡ് റൂൾസ് സെറ്റപ്പ് ചെയ്യും. ആ റൂളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻകം ടാക്സ് റൂൾസ്. അതിനെയാണ് ഇൻകം ടാക്സ് റൂൾസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സംഭവം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ കമ്പോണന്റ് ഇവിടെ കഴിഞ്ഞു. പോകാം 4ാമത്തെ കമ്പോണന്റിലേക്ക്. ഓക്കെ, 4ാമത്തെയാണ് സർക്കുലേഴ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസ്. സർക്കുലേഴ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസ്. വീണ്ടും 4 ഒന്നുകൂടി കാണുകയാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു അഡീഷൻ ആയിരിക്കും നമ്മളിവിടെ കാണുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം, ശ്രദ്ധിക്കാം. വീണ്ടും CBDT യെ കുറിച്ച് പറയുകയാണ്. CBDT നിങ്ങൾക്ക് ഇവിടെയും കാണുവാൻ സാധിക്കും. CBDT ഇഷ്യൂസ് സർക്കുലേഴ്സ് ഫോർ ക്ലാരിഫൈങ് എനി ഡൗട്ട്സ് റിലേറ്റഡ് ടു ദ പ്രൊവിഷൻ ഓഫ് ദ ആക്ട്. അതായത് ആക്ടിലെ പ്രൊവിഷൻസിൽ ഡൗട്ട്സ് വരാം, ക്ലാരിറ്റി ഇല്ലായിരിക്കാം. എല്ലാ സാഹചര്യങ്ങളിലും എല്ലാം ക്ലിയർ ആണെന്ന് നിർബന്ധമില്ല, ക്ലാരിറ്റി കുറവുണ്ട്. ആ ഒരു ക്ലാരിറ്റി കുറവിനെ നിരത്തുവാൻ അല്ലെങ്കിൽ ക്ലാരിറ്റി കൊടുക്കുവാൻ, ക്ലാരിഫൈ ചെയ്യുവാൻ വേണ്ടിയാണ് CBDT എന്ത് ചെയ്യുന്നത്? സർക്കുലേഴ്സും നോട്ടിഫിക്കേഷൻസും ഇറക്കുന്നത്. ഇനി ആർക്കൊക്കെയാ ക്ലാരിറ്റി കൊടുക്കുന്നത്? അതൊരു ചോദ്യം. ആർക്കൊക്കെ ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട്? The primary purpose of these circulars is to provide clarity to the assessee and the officers. 2 കൂട്ടം ആളുകൾക്കും, അസസ് ചെയ്യപ്പെടുന്ന വ്യക്തി, ഓഫീസേഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓഫീസേഴ്സ്, 2 കൂട്ടർക്കും ക്ലാരിറ്റി കൊടുക്കും. അസസ് എന്ന ടൈം നമ്മൾ കാണുന്നതാണ്, ഓഫീസർ എന്ന ടൈം നമ്മൾ പിന്നീട് കാണുന്നതാണ്. നിങ്ങളിപ്പോൾ ഇത്ര മാത്രം ഓർത്തിരിക്കുക. CBDT സർക്കുലേഴ്സും നോട്ടിഫിക്കേഷൻസും ഇറക്കും. മനസ്സിലാക്കി? 2ാമത്തെ കാര്യം എന്തിനു വേണ്ടിയാണ്? ക്ലാരിറ്റി കൊടുക്കുവാൻ. എന്തിന്? പ്രൊവിഷൻസ്, ആക്ടിലെ
പ്രൊവിഷൻസിന് ക്ലാരിറ്റി കൊടുക്കുക. മൂന്നാമത്തെ കാര്യം ആർക്കാണ് ക്ലാരിറ്റി കൊടുക്കുന്നത്? അസസി ഓഫീസേഴ്സ്. ഈ രണ്ട് കൂട്ടം ആളുകൾക്കും ക്ലാരിറ്റി കൊടുക്കുവാൻ വേണ്ടിയാണ് സർക്കുലേഴ്സും നോട്ടിഫിക്കേഷൻസും ഇറക്കുന്നത് എന്ന കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. CBDT ഫുൾ ഫോം കമന്റ് ചെയ്യുക. എല്ലാവർക്കും അറിയാം. CBDT അടുത്ത ചോദ്യമാണ്. CBDT അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്, മാനേജ് ചെയ്യുന്നത് എന്തിനെയാണ്? ഡയറക്ട് ടാക്സ് ആണോ, ഇൻഡയറക്ട് ടാക്സ് ആണോ? അതിന് ഉത്തരം നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഓക്കെ. അഞ്ചാമത്തെ കമ്പോണന്റ് ആണ് ലീഗൽ ഡിസിഷൻസ് ഓഫ് കോടതി. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും പരമാധികാരമുള്ള കോടതി ഏതാ? ഏറ്റവും വലിയ കോടതി തീർച്ചയായിട്ടും സുപ്രീം കോടതിയാണ്. സുപ്രീം കോർട്ടാണ് അതിന്റെ ഉത്തരം. ഓക്കെ. അഞ്ചാമത്തെ കമ്പോണന്റ് ആണ് ലീഗൽ ഡിസിഷൻസ് ഓഫ് കോർട്ട്. കോടതിയുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ കേസ് ലോകൾ. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിൽ സംശയങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മുൻപ് നടന്നിട്ടുള്ള ഒരു കേസ്, അതിന്റെ വിധി അല്ലെങ്കിൽ അവിടുത്തെ തീരുമാനങ്ങൾ, അവിടുത്തെ ഡിസിഷൻസ് എടുത്തു വെച്ച് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരും. ഇവിടെ കാണാം. ഫോർ എ കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഇൻകം ടാക്സ് ലോ ഇറ്റ് ഈസ് വെരി ക്രൂഷ്യൽ ടു സ്റ്റഡി ദ ജുഡീഷ്യൽ ലോസ്. അതായത് ഇൻകം ടാക്സ് ലോയുടെ പൂർണ്ണമായിട്ട് അതിനൊരു അർത്ഥം അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിച്ചേരണമെങ്കിൽ എന്തിന്റെ ആവശ്യമുണ്ട്? നമ്മൾ ജുഡീഷ്യൽ ലോസും തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. മനസ്സിലാക്കുക. അവ എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത്? ജുഡീഷ്യൽ ലോസ് പ്രൊവൈഡ് ഡിസിഷൻസ് ഫോർ ദോസ് ഇഷ്യൂസ് ദാറ്റ് മേ കം അപ്പ് അറ്റ് ദ ടൈം ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട്. നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ കുറെ ഇഷ്യൂസ് ഫേസ് ചെയ്യാൻ, ചിലപ്പോൾ ചില പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്യാം. ആ സമയത്ത് നമ്മളെ സഹായിക്കുന്നത് ആരായിരിക്കും? ലീഗൽ ഡിസിഷൻസ് ഓഫ് ദ കോർട്ട്. കോടതിയുടെ തീരുമാനങ്ങൾ. സുപ്രീം കോടതി തീരുമാനിക്കും ഇങ്ങനെയായിരിക്കുക, അല്ലെങ്കിൽ വിധികൾ. ആ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലായിട്ടായിരിക്കും പിന്നീടുള്ള കാര്യങ്ങൾ. ദ സുപ്രീം കോർട്ട് ഈസ് ദ ഫസ്റ്റ് കോർട്ട് ഇൻ ദ കൺട്രി ആൻഡ് ദ ഡിസിഷൻസ് മെയ്ഡ് ബൈ ഇറ്റ് ആർ ഫോളോ. അതായത് സുപ്രീം കോടതിയാണ് നമ്മുടെ ഏറ്റവും പരമാധികാരമുള്ള കോടതി ഇന്ത്യയിലെ. അവർ പറയുന്ന ഡിസിഷൻസ് ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് വീണ്ടും ഒന്നുകൂടി കാണാം. ഇൻകം ടാക്സ് ലോയെ കുറിച്ച് അറിയാം. ഓക്കെ. അതിന് കമ്പോണൻസ് 5ആണുള്ളത്. ഒന്നാമത്താണ് ഇൻകം ടാക്സ് ആക്ട് 1961. 2 ആനുവൽ ഫൈനാൻസ് ആക്ട്. 3 ഇൻകം ടാക്സ് റൂൾസ് 1962. 4 സർക്കുലേഴ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസ്. 5 ലീഗൽ ഡിസിഷൻസ് ഓഫ് കോർട്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇൻകം ടാക്സ് ലോ ഇൻ ഇന്ത്യ ഗവേൺ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ്. പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സസ്, അതാണ് ഇൻകം ടാക്സ് ലോയുടെ ലക്ഷ്യങ്ങളിലൊന്ന് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് 5 കമ്പോണൻസ് ഉണ്ട്. ഒന്നാമത്തേതാണ് ഇൻകം ടാക്സ് ആക്ട് 1961. ഇന്ത്യൻ ടാക്സ് സിസ്റ്റത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ഇൻകം ടാക്സ് ആക്ട് 1961 ആണ്. ലെവി, കളക്ഷൻ ആൻഡ് റിക്കവറി ഓഫ് ഇൻകം ടാക്സിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മനസ്സിലാക്കുക, ഇതിനകത്ത് 298 സെക്ഷനുകളും 14 ഷെഡ്യൂളുകളുമാണുള്ളത്. എന്നാൽ ആനുവൽ ഫൈനാൻസ് ആക്ട് പ്രകാരം അതിനകത്ത് അഡീഷൻസ് വരാം, ഡിലീഷൻസ് വരാം. അടുത്താണ് ആനുവൽ ഫൈനാൻസ് ആക്ട്. ഇന്ത്യൻ ഫൈനാൻസ് മിനിസ്റ്റർ പാർലമെന്റിൽ ബില്ല് കൊണ്ടുവരുന്നു. അതിൽ പ്രൊപ്പോസൽസ് ഉണ്ടാകും. അത് പാർലമെന്റിൽ അംഗീകരിക്കുകയും പ്രസിഡന്റ് അതിൽ സൈൻ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ആക്ടായിട്ട് മാറുന്നു. അടുത്താണ് ഇൻകം ടാക്സ് റൂൾസ് 1962 CBDT. അവരെന്ത് ചെയ്യുന്നു? സ്റ്റാൻഡേർഡ് റൂൾസ് സെറ്റപ്പ് ചെയ്യുന്നു. ഈ റൂൾസ് ആണ് ഇൻകം ടാക്സ് റൂൾസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. അടുത്തത് കാണാം സർക്കുലേഴ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസ്. എന്താണ്? വീണ്ടും നമുക്കിവിടെ കാണാം CBDTയുടെ പ്രസൻസ്. അവർ ക്ലാരിഫിക്കേഷന് അസസിക്കും ഓഫീസേഴ്സിനും കൂടുതൽ ക്ലാരിറ്റി കിട്ടുവാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്നതാണ് സർക്കുലറുകളും നോട്ടിഫിക്കേഷനുകളും. അവസാനത്തേതാണ് ലീഗൽ ഡിസിഷൻസ് ഓഫ് കോർട്ട്. കോർട്ട് എന്ന് പറയുമ്പോൾ സുപ്രീം കോടതി. ഓക്കെ. സുപ്രീം കോടതിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഇംപ്ലിമെന്റേഷന്റെ സമയത്ത്, ആക്ടിന്റെ ഇംപ്ലിമെന്റേഷന്റെ സമയത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ, ഇഷ്യൂകളെല്ലാം നമുക്ക് സോൾവ് ചെയ്യുവാൻ വേണ്ടിയാണ് ഈ ഡിസിഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന കാര്യം ഓർത്തുകൊള്ളുക. ഈ ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. എൻ്റെ മറുപടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ്. ഓക്കെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് വിടാം. വീണ്ടും കാണാം. താങ്ക് യു.